ഡ്യൂപ്ലിക്കേറ്റ് പെണ്ണ് കൊണ്ടേ പിടിക്കില്ലോ. ഇതായിരിക്കും അടുത്ത കൂട്ടി വായിക്കാൻ. എന്താണത്? മൂടെ ഊരിപ്പോ അതായിക്കോട്ടെ. എന്നാ ഞാനൊരു കാണിക്കാം. ഞാൻ അച്ഛനെ അമ്മേനെ അടുത്ത് പറയാം. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇൻട്രോ സാധാരണ ഞങ്ങൾ രണ്ടുപേരുണ്ടവർ ഇന്നവ ഇല്ല, അവൻ വന്നിട്ടില്ല. ഞാൻ എഡിറ്റിങ്ങും കഴിഞ്ഞ് നേരം വഴി കിടക്കാൻ ഏകദേശം 1 മണി. 100 ആയുസാണ്. വാ വാ വാ, വീഡിയോ ആണ്, വാ നിൽക്കൂ. എങ്ങനെ ഉണ്ടായി പരീക്ഷ? കുഴപ്പമുണ്ടാവില്ല. അതിനൊരു കാരണമുണ്ട്. എന്താ പറയുക എനിക്ക്? ആ ബാഗൊന്ന് തുറന്നാ തുറക്കണ. ഇത് പിടിക്ക് തുറക്കി. പരീക്ഷ കഴിഞ്ഞില്ലേ? പരീക്ഷ ഇതാരും മനസ്സിലായ ഇങ്ങനത്തെ ബാഗ് വേണമെങ്കിൽ DM ചെയ്യട്ടോ. സോറി നോക്കോ ബാഗിൽ എന്താ നോക്കോ. എനിക്ക് ഉറപ്പ് എന്താണ് ഞാൻ കാണിച്ചതാ. ഇത് ഫുള്ള് തുണ്ടാണ്. ഫുള്ള് തുണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ആക്ച്വലി ഞാൻ ഒരു സംഭവം ഇന്നലത്തെ ഒരു വീഡിയോ എടുത്തത്. നിങ്ങൾ അത് പോയി കണ്ടിട്ടു. അപ്പം ബാക്കി പറഞ്ഞു. എടാ പ്രജിത്ത്, നമുക്ക് വീഡിയോ എന്താ സംഭവം? നാളെ എൻ്റെ ലാസ്റ്റ് പരീക്ഷ. ഞാൻ ലാസ്റ്റ് പരീക്ഷയ്ക്ക് നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാനില്ല. അപ്പോൾ അതിൻ്റെ മുമ്പത്തേലും എടുക്കാൻ വേണ്ടിച്ച് വന്നാൽ എന്തോ സംഭവം ഉണ്ടല്ലോ. ഇതെന്താ ഇവിടെ റബ്ബർ? ഇവിടെ പെന്നിനെന്താ മൂടിയൊന്നുമില്ലല്ലോ, ഇതൊന്നുമില്ലല്ലോ, ഇതൊന്നുമില്ലല്ലോ. അതെന്താ? അല്ല, ഞാൻ നേരത്തെ 2 കാൽക്കുലേറ്റർ കണ്ടു. ഒരു കാൽക്കുലേറ്റർ ഇവിടെ ഒന്നും ഞാൻ അവിടെ കണ്ടല്ലോ. 2 അതല്ലേ നമ്മളെ കാൽക്കുലേറ്റർ? ഇതേത് കാൽക്കുലേറ്റർ? അല്ല, എന്തൊക്കെയൊക്കെ മിസ്. ഇവിടെ റബ്ബർ കണ്ടല്ലോ ഞാനിപ്പോൾ. അതെവിടെ? ഇപ്പോൾ റബ്ബർ ഞാൻ കണ്ട്. അതെന്താ സംഭവം? ഇത് പിടിച്ചാ ഞാൻ നോക്കട്ടെ. എന്താ അവിടെ റബ്ബർ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഴയ പയറ്റാണ്. ശരിക്കും തന്നെയാണോ സംശയം? നോക്കട്ടെ കേട്ടോ. പിള്ളേരെ വെറുതെ വെച്ചെടുക്കുകയാണ്. അത് മനസ്സിലായി. എന്താ പെന്നിലൊന്നും ഇല്ലല്ലോ. ഇതെന്തൊരു വെള്ള കളർ ഉള്ളിൽ? ഇവിടെ എന്താ അത് വെറുതെ കോപ്പിയാ. വേറെന്തൊക്കെയുള്ളൂ നോക്കട്ടെ. വേറെന്താ പ്രത്യേകിച്ച് പറയാൻ. ഡ്യൂപ്ലിക്കേറ്റ് പെണ്ണ് കൊണ്ടേ പിടിക്കില്ലോ. ഇതായിരിക്കും അടുത്ത കൂട്ടി. ഇതുണ്ടോ? സാധാരണ റബ്ബറിന് കൂടുതൽ ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടു. എന്തത്? ഇനി എന്തെങ്കിലും ഉണ്ടോ? അത് കാൽക്കുലേറ്റർ മാറ്റി നോക്കട്ടെ. ഇങ്ങനെ കണ്ടപടി ഇത് നമ്മളെല്ലാവരും കുറേ ആൾക്കാർ ചെയ്ത സംഭവം. ഇവിടെ ഇതൊന്നും എഴുതിക്കൊണ്ട് ഇതാ ഇരുത്തോണ്ടേത്. അതിപ്പോ അത് എല്ലാവരും എഴുതുന്നതാണ്. ഇതെന്താ മൂടെ ഊരിപ്പോ എന്താ പൂജി ഇത്? ഇവ ഫുള്ള് ഉണ്ടായിപ്പോട്ടതാ ഈ റബ്ബറിന്റെ ഉള്ളില്. അപ്പൊ ഇത് നീ റബ്ബർ എന്തിനാ? പിള്ളേരെ ജസ്റ്റ് സഹായിക്കാൻ. എടാ ഈ ലോഗോ ഉണ്ടായിപ്പോളാ. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഭയങ്കര പഠിപ്പാണ്. ഇപ്പോഴല്ലേ മനസ്സിലായത് മാർക്കൊക്കെ ഇവിടുന്ന. ഈ ബോക്സിൽ എന്തിനുണ്ടാ? പെൻസിൽ ബോക്സിൻ്റെ ഉള്ളിൽ മക്കളെ ഒരു കഥട്ടാ. പെന്നിൻ്റെ ഉള്ളിലിതാ. പെന്നിന് നിബില്ല, ഒന്നിനും നിബില്ല. കേട്ടാ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതാ. ഇതിൻ്റെ ഉള്ളിലിതാ ഒന്നിനും നിബില്ല. എക്സ്ട്രാ പെന്ന്
ഇതാണ്ടാ മുടി ഇതൊക്കെ വേറെ ടൈല് വേറെ ഇതിൽ വേറെ ഇതുണ്ടാ ഊരിക്ക ഇത് ഊരിക്ക അതൊന്നും ഊരിക്ക ഊര് വല്ലാത്ത അതിൻ്റെ ഉള്ളിലൊക്കെ വെക്കൂലേ ജി ഭയങ്കര സംഭവമുള്ള ജി എവിടെ എന്ത് കോപ്പിടിയാടാ കല അതായിക്കോട്ടെ എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അച്ഛനെ അമ്മേനെ അടുത്ത് പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ പരിപാടി. രാത്രി 10 മണി ആയാലും ഉറങ്ങൂല. ഇതൊക്കെ 10 മണി 1 മണി 2 മണി വരെ ഉറങ്ങൂല. അപ്പോൾ ഇതാണ് എൻ്റെ പരിപാടി അല്ലേ. ഫുൾ ഇനി ബാഗം ചെക്ക് ചെയ്യണില്ല, ഇരുണ്ടാവും ഇതേപോലെ നിറച്ച്. എന്തായാലും മോനെ ഇജ്ജ് തോക്കില്ല എനിക്ക് ഉറപ്പായി. കോട്ടെ. അപ്പോൾ ആ വീട്ടിൽ കടകൾ കണ്ടില്ല, ഏകദേശം ഒരു 11 മണി 12 മണിയൊക്കെ ആയ സമയത്ത് എന്തായാലും ആ സമയത്ത് ഇവ ഇരുന്ന് എഴുതുകയാണ്. എന്ത് എനിക്കറിയില്ല, പഠിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റത്തെ പരീക്ഷ ഒരു വർഷം വരുള്ളൂ. അപ്പോൾ ഇപ്പം രാത്രി ഇരുന്നിട്ട് എഴുതുകയാണ്. ഞാൻ വിചാരിച്ചു ഭയങ്കര പഠിത്തമാണ്, ഞാൻ പഠിക്കേ ഇനി വീഡിയോ എടുക്കണ്ട, പാവല്ല ഇനി പഠിച്ചോട്ടെ. എക്സാം വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ പാവല്ല പഠിച്ചോട്ടെ വിചാരിച്ചിരുന്ന. ഇന്നലെ ഞാൻ എന്ത് ചെയ്തു, വേഗം ലൈറ്റൊക്കെ വെച്ച് ഇപ്പം ലൈറ്റ് വെക്കുന്നത് ഇപ്പം കണ്ടുന്നത് വീഡിയോ ഞാൻ പെട്ടെന്ന് നമ്മൾ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ പെട്ടെന്ന് ഓണാക്കിയിട്ട് പെട്ടെന്ന് വീഡിയോ എടുക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ എന്ത് കറക്റ്റ് ആ ഇത് കിട്ടണം എന്നുള്ള രീതിയിൽ അങ്ങനെ എടുക്കാം. ഇവണ്ട് എടുത്തപ്പോൾ തന്നെ ഇപ്പം ഒരു പേപ്പറാണ് പുസ്തകത്തിൽ പേജാണ് മടക്കി. അപ്പോൾ എനിക്ക് എന്തോ ഡൗട്ട് അടിച്ച് അപ്പടുത്ത വീഡിയോ ആണ് നിങ്ങളാ കണ്ടത്. ഫുള്ള് കോപ്പി പറഞ്ഞാൽ ഞാൻ ഇതൊന്നും കാണിച്ചു തരാം എന്തൊക്കെ സംഭവങ്ങളുണ്ടല്ലോ. ഇനി ഓരോ പെന്നൊക്കെ തന്നെ കണ്ടില്ല, പെന്നിയുടെ ഇപ്പോൾ ഇതെന്താ സംഭവം, ഇതെന്താ സംഭവം പെന്നൊക്കെ എന്തൊക്കെ സംഭവം ചെയ്ത് വെച്ചിട്ട് എന്താ സംഭവം കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ട് കാണിക്ക് ഇങ്ങനെ വെക്കുക, ഷെഡൊക്കെ ഇട്ടാ ഇങ്ങനെ വെക്കും. ഹൈടെക് കോപ്പി ഇങ്ങനെ വെക്കും. അപ്പൊ ടീച്ചർമാർ മറ്റേത് ഇത് ഈ സൈഡിൽ വെച്ചാൽ എങ്ങോട്ടൊക്കെയാ പോവാന്ന് നമ്മക്ക് അങ്ങനെ അറിയാം. അപ്പൊ ടീച്ചർമാരത് കാണുന്നില്ലേ, അതൊരു കഴിവാണ്. ഇത് പറയാ സെക്കൻഡ് ചോയ്സ് ആട്ടാ. ഇതിന്റെ മുമ്പ് വേറെ സംഭവം ഉണ്ട്. എന്ത് കോപ്പിയാണത്. അപ്പൊ ഇത് പിടിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം പിടിച്ചില്ല. അത് ചെറിയ കേസ്. മലയാള പരീക്ഷയ്ക്ക് തുണ്ടച്ച മലയാള പരീക്ഷയ്ക്ക് കവിയാളെ പേര് അതുകൊണ്ട് വെച്ചു. മലയാള പരീക്ഷയ്ക്ക് തുണ്ട് വെച്ചൊരു ആരെങ്കിലും ഉണ്ട്, എത്രയും വലിയ പൊട്ട എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തിട്ടാ. മലയാള പരീക്ഷയ്ക്കൊക്കെ തുണ്ട് വെച്ചിട്ട് പറഞ്ഞത് ആലോചിച്ച് നോക്കി. അത് സംഭവം എന്താ അറിയോ, കവിയാളെ പേര് പെട്ടെന്ന് കിട്ടൂല. അപ്പൊ ഞാൻ ഓർക്കാൻ വേണ്ടി നോക്കട്ടെ എന്തൊക്കെ കയ്യിലുണ്ട് നോക്കട്ടെ. ഭയങ്കര മെസ്സേജ് അതൊക്കെ തുണ്ട് ഇഷ്ടംപോലെ ഉണ്ട്. തുണ്ട് കിട്ടാ ബാക്കിയൊക്കെ അവിടെ ബാക്കി അവിടെ ഇരുന്നു. എന്തെടുക്കാത്തതാണ് അവൻ അത്ര ഫ്രഷിൽ കിടക്കും. ഇനി എന്തെങ്കിലും ഉണ്ടാ ഇതെന്താ ചേർപ്പ് മസ്റ്റാണടാ. അത് വെറുതെ മുടിയൊക്കെ കണ്ടോ പാനൊന്നും പറയാൻ പറ്റൂല, ചിലപ്പോൾ നാളെ പോലും പിടിക്കൂല. നമുക്ക് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ എഴുതി നമുക്ക് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓ ഡൈപ്പാണ്. ഇനി എന്താ ഉള്ളത്, ഇതിൻ്റെ എന്തെങ്കിലും ഉണ്ടാ അത് വെറുതെ. ഇനി എന്താ ഉള്ളത്, ഇനി എന്താ അതുള്ളൂ, വേറെ ഒന്നുമില്ല. ബോക്സ് ഇത് എടുക്കേ പിടിച്ചാ ബോക്സിനെക്കാട്ടി വിറ്റ് വേറെ സാധനം. ബോക്സിന് എന്തൊക്കെയാണെന്ന് അറിയാം. അത് പൊട്ടി, റബ്ബർ പൊട്ടിട്ടാ. ആവശ്യം കഴിഞ്ഞു ഇതിൽ എഴുതി പോയിണ്ടാവും. ഇതിലൊന്നും ഇതില്ല. അത് എനിക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ കെട്ടുകണക്കിന് സാധനമില്ലേ, കെട്ടുകണക്കിന് സാധനം അരയിൽ വെച്ചിട്ടാണ് അത് പരിപാടി. ഒരു കഥ. പരീക്ഷ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും പ്രശ്നം എടുത്ത് മാറ്റിയാണ് പെണ്ണിൻ്റെ ഉള്ളത്ത്. പെണ്ണിൻ്റെ ഉള്ളാണ് കാണുന്നത്. നമ്മള് സാധനം എഴുതി കഴിഞ്ഞാൽ അപ്പം മാറ്റണം. നമ്മള് അയിമ വെറുതെ ഇട്ട് കളിക്കാൻ. പെണ്ണിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് ഇവിടെയും ബാക്കിൽ നേരത്തെ വീഡിയോ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ സാധനത്തിൽ. ഇതിൻ്റെ ഉള്ളിൽ ഇത് കട്ട് ചെയ്യുന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് റബ്ബറിൻ്റെ ഏടാ ഭീകര അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിരുന്നു. നമ്മക്കറിയില്ല. അത് ബുദ്ധിയ. ഈ കോപ്പടിക്കുന്ന പറഞ്ഞ സ്കില്ലാണ്, പിള്ളേരൊക്കെ ആക്ടിങ് സ്കില്ലും ആണോ അതിൻ്റെ ഉള്ളിലൊക്കെ ഒബ്സർവേഷൻ ഉള്ളിലൊക്കെ. ആ വീഡിയോ കറക്റ്റ് കണ്ടാൽ മനസ്സിലാവും എന്താന്നുള്ളത്. പക്ഷെ ആ വലിയ തുണ്ടൊന്നും വെക്കുന്നു, നിങ്ങൾ കുറച്ച് സംഭവം വെച്ചിട്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, മലയാളത്തിന് തുണ്ട് വെച്ചതാണ് അത്ഭുതം. മലയാളത്തിന് ആ തുണ്ട് വെച്ച മലയാളത്തിൽ തോറ്റു എന്നതാണ് അത്ഭുതം. അല്ലല്ല തോറ്റൊന്നുമല്ല, അതൊക്കെ ഫുൾ എ പ്ലസ്.
തുണ്ടച്ച പിന്നെ എപ്ലസ് കിട്ടുമല്ലോ, അതങ്ങനെ തന്നെയാണല്ലോ. അല്ലല്ല, അത് ഞാൻ മിസ് അപ്പത്തിന് വാങ്ങിക്കൊണ്ടേ. പക്ഷെ ഞാൻ എഴുതിയ ശരിയെന്ന്. അത് ഞങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ, അത് ഞങ്ങൾ അറിഞ്ഞു. അതിക്കറിയാം ഞങ്ങൾ അറിഞ്ഞിരിക്കണല്ലേ. ഞാൻ പിന്നെ ഉണ്ടായിരുന്നു. അമ്മയും അച്ഛനും അറിഞ്ഞിട്ടില്ല കേട്ടാ. നമുക്ക് അവർ പറയുമ്പോൾ അവരോട് എന്തുണ്ടാവുക, ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് എന്തുണ്ടാവുക. അപ്പോൾ ഇതെന്താ സംഭവം എന്നുള്ളവർക്ക് അറിയില്ല കേട്ടോ. അമ്മ സ്പ്രേ ഒക്കെ അടിച്ചത് നിങ്ങൾ വീഡിയോക്ക് സ്പ്രേ ഒക്കെ അടിച്ചു വന്നു. എന്താ സംഭവം എനിക്ക് അറിയില്ല. പറയാ നിങ്ങളെ പോനെ എന്താ സംഭവിച്ചിട്ടാ, ഇന്നലെ രാത്രി ഇവർ രാത്രി നേരം വൈകി വരെ ഇന്ന് വീഡിയോ എടുക്കില്ലേ. ഇവർ രാത്രി ഇരുന്നിട്ട് എഴുതലില്ലേ, പഠിക്കലില്ലേ. നിങ്ങളെന്താന്ന് വിചാരിച്ച് ഒലക്കാണ്. ഇതിന് കോപ്പി ചെയ്താണ്. ഞാൻ കാണിച്ചു തരാം എനിക്ക് വീഡിയോ. അല്ല ഇതാ നോക്കോ, നോക്കാം. ഇത് കോപ്പി, ഇതൊന്ന് നോക്കിയതാ. ഇത് കോപ്പി ചെയ്താ, കോപ്പി ഈ റബ്ബർ പൊട്ടിയതാ. റബ്ബർ ടാപ്പ് ഏത് മെഷീൻ വെച്ച് ടച്ച് അടിച്ച് ഇതൊക്കെ പ്രിന്റ് എടുക്കുന്നതാണ്. പിടിച്ച് കഴിഞ്ഞാ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് താക്കീത് തന്നോട്ടെ. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഡീബാർ ചെയ്തു ഗായ്സ്, ഡീബാർ ചെയ്തു. ഇവൻ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞല്ലടാ, വെറുതെ പറയുവേ. വെറുതെ പിടിച്ചാ ഞാൻ വെറുതെ പറഞ്ഞു, പിടിച്ചിട്ടൊന്നുമില്ല. ഇതിന്റെ ഉള്ളിലൊന്നും ഇല്ല ചേട്ടാ. ഇതിന്റെ ഉള്ളിൽ കവർ മാത്രമേ ഉള്ളൂ. ഒന്നര എനിക്കറിയില്ല. പിടിച്ചാ അതല്ലടാ, എന്താണ് പിടിച്ചെന്നെ? പിടിച്ചൊന്നുമില്ലല്ലോ. പരീക്ഷ എഴുതാൻ പറ്റൂല എനിക്ക്. പിടിച്ചിട്ട് തുണ്ടുകളൊന്നും ഒരു കുട്ടിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. മലയാളം പിന്നെ ഡൈപ്പാണില്ലേ, ഇരുന്ന് തുണ്ട് എഴുതാ പോലെ എങ്ങനെ കോപ്പി അടിക്കണ. എടാ ഇങ്ങനെ പരീക്ഷ എഴുതിയിട്ട് കാര്യമൊന്നും ഇല്ല കേട്ടാ. അമ്മ ലക്ഷ്യമാണ് പ്രാധാന്യം. വാചകം തന്നെ, ഇവന് ഈ വാചകം തന്നെ ഉള്ളൂ. പ്രധാനം കോപ്പിയാണല്ലോ ഇതിൽ പ്രധാനം. ഇത് പറഞ്ഞു ഇങ്ങനെ ബെടായി വിട്ടു. പക്ഷെ ഞങ്ങൾ ആരും പ്രൊമോട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. ഇതുകൊണ്ട് ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. ചെയ്യത് ഇവന് വിവരമില്ലാഞ്ഞിട്ടാണ്. അതിന്റെ ശരി ശരി അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ഞാൻ ഏട്ടന് ഫുൾ A+ കിട്ടിയായിരുന്നു. എന്താണ് നല്ല ഫുൾ A+ ഉള്ള കുട്ടി തൊട്ടടുത്തിരുന്നിട്ട് ഇവന് പറയും, ഇങ്ങനെ വന്നിട്ട് സങ്കടം പറയായിരുന്നു. അമ്മ എല്ലാ കുട്ടികളും കോപ്പി അടിച്ചു തന്നെടാ. കുറച്ചടിച്ചിട്ടുള്ളൂ. തോന കൊടുത്തില്ല, കുറച്ച് അടങ്ങാനിട്ടൊക്കെ നോക്കി. അതെ, കോപ്പി അടിക്കാത്ത ആരും അമ്മ കോപ്പി അടിച്ച കഥ പറയാ. കോപ്പി അടിച്ചിട്ടില്ല. പഴയ കോപ്പി എങ്ങനെ വെച്ചിട്ടാ പേരടക്കം ഉണ്ടാവും, ആളെ പേരുണ്ടാവും, റോൾ നമ്പറൊക്കെ അച്ഛനൊക്കെ എഴുതിയിട്ടുണ്ടോ. അതാണ് പഴയ കോപ്പി. ഈ അടിച്ചമായിട്ട് കോപ്പി അടിക്കല് പൊന്നാറിന്റെ മോനെ. ഇത്ര ധൈര്യം, അതാണ് സമ്മതിക്കണല്ലേ. ഭയങ്കര ധൈര്യമാണല്ലോ. എന്റെ കമ്പനി ഭയങ്കര കമ്പനിക്കാരോ, ഇതിലും വലിയ കോപ്പി അടിക്കാരോ. കിട്ടി പൊട്ടന്മാരെ അപ്പുറത്തുള്ള ഇത്. അത് ഒരു പേപ്പർ പേടിച്ചിട്ട് എറിയ. അരയെ കെട്ടാനൊക്കെ എവിടെ സാധനം ഇതോടെ ആരെയൊക്കെ എടുത്തു. ഇതാ ഇതുണ്ടാ അരയൊക്കെ ഇഷ്ടമുള്ള സാധനം. മറ്റേ ശ്രീലങ്കക്കാര് മറ്റേ ഇന്നലെ രാത്രി ഞാൻ ഇവിടെ കടന്നു ഉറങ്ങി വരുന്നിട്ടാ. അപ്പൊ അച്ഛപ്പഴ അച്ഛൻ നല്ല നേരം വൈകി ഇന്നലെ വരുമ്പോ. അപ്പൊ ഇരുന്ന് എഴുതിയതാവുമല്ലേ പ്രണവ. ഇത് ശ്രീലങ്കൻ പുലികളെ ബോംബ് സ്ഫോടനത്തിന് സാധനം വരുന്നുണ്ട്. പക്ഷെ ഇതുമേ ഞാൻ എഴുതിക്കണെന്ന് വിചാരിച്ചു. ഇതുമേതാ ഈ എഴുത്ത് മാറ്റിയിട്ട് ഇതുമേ എന്തോ ഓർമ്മ ഉണ്ടെങ്കിൽ വിട്ടാ. ഇത് മറ്റേ ഇതിന്റെ കേബിൾ, ഡാറ്റ കേബിൾ, മറ്റേ കേബിളിന്റെ. പക്ഷെ എൻ്റെ അടുത്ത് ഇതേമാതിരത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇങ്ങനത്തെ പെട്ടികളെയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ 2 ഉണ്ട്. ഇങ്ങനത്തെ 2 ഉണ്ട്. ചെയ്യാൻ പാടില്ലട്ടാ. ഇനിയിപ്പോ എന്താ പറഞ്ഞിട്ട് കാര്യല്ലേ, പരീക്ഷ അല്ലേ. മലയാളത്തിൽ നമ്മള് കവികളെ പേര് ഇത് അറിയാത്തോണ്ട്
ഇയാളെ പേര് പഠിച്ചില്ലേ? അത് എന്തൊക്കെയാണ് പേരാണ്. അപ്പൊ ഇജ്ജ് മലയാളത്തിൽ എന്ത് ബുക്ക് എടുത്ത് പഠിച്ചിരിക്കണേലോ? അത് ഞാൻ പാഠം ജസ്റ്റ് വായിച്ചു പോയിട്ടുള്ളൂ. വായിക്കല്ല, കേട്ട് പോയിട്ടുള്ളൂ. എനിക്ക് കേട്ടാ മനസ്സിലാവും. തലേദിവസം വെച്ച് കേൾക്കും. പക്ഷെ ഫുൾ മാർക്ക് ചെയ്യുന്നിട്ടാ. ഈ മാർക്ക് കൊണ്ട് ഒരു കാര്യമില്ല അല്ലേ? ഇങ്ങനെ ഈ മാർക്ക് കൊണ്ട് എന്ത് കാര്യം? മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരീക്ഷ എന്ന് പറയുന്നത് ജീവിതത്തിലൊരു ഭാഗമാണ്. പക്ഷെ പരീക്ഷ ആരും പേടിക്കാൻ പാടില്ല. നമ്മൾ ലക്ഷ്യമാണ് നമ്മളെ പ്രാധാന്യം. അതിൽ മാർഗം നോക്കിയിട്ട് കാര്യമാണ്. അല്ല, മോട്ടിവേഷനാണ് കാര്യം പറയാ. നമ്മള് നോക്കിയിട്ട് കാര്യമില്ല. നമ്മള് ഒരു തട്ട് വരെ എത്തണം. നമ്മളതിൽ മാർഗം നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മള് ലക്ഷ്യം എവിടെയാണോ അവിടെ എത്തണം. നമ്മള് തള്ളി മറിച്ചിട്ടും കാര്യമില്ല. തള്ളി മറിച്ചിട്ടും കാര്യമില്ല. നമുക്ക് ഫുൾ എ പ്ലസ് വാങ്ങണ്ടേ? അതായത് ഒരു നമ്മളെടുത്തുള്ള ആള് പേപ്പർ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളും വെറുതെ ഒരു പേപ്പറാണ്ട് വാങ്ങും. അങ്ങനെ വാങ്ങിക്കണം. എന്നിട്ട് നമ്മൾ എടുക്കുമ്പോൾ അവനക്കും കൊടുക്കണം നമ്മളെ പേപ്പർ. അപ്പം എന്താ പറയുക, മറ്റേ ടീച്ചർ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ 3 പേപ്പറിലേക്കൊക്കെ കൊടുക്കും. ഇവിടുന്ന് പഠിച്ചു പിന്നെ ഒപ്പമുള്ളവരെ നോക്കണം. ഒപ്പമുള്ളവർക്ക് ഞാന പറഞ്ഞു കൊടുക്കണം. അല്ല, അങ്ങനല്ല, ഒപ്പമുള്ളവരില്ല കാട്ടി പൊട്ടമാരാ. ആ ഒരു പൊട്ടുണ്ട് പേപ്പർ ഒന്നും നെയ്സിൽ വായിക്കൂടെ? അവണ്ട് അവിടെ ഇട്ട് കൊടുക്കുക. കാണൂലേ? ഇങ്ങനെ മെല്ലെ വാങ്ങിട്ട് ഇങ്ങനെ സ്ലോ. എന്തി പറയണെന്ന് എനിക്കറിയോ? പൂ പിടിക്കാന്ന് പറഞ്ഞത് ഇതൊക്കെ കഞ്ചാവ് വെച്ചോടത്തിന്റെ പരസ്യമായിട്ടുണ്ടാവൂലേ? അഭിമാനത്തോടെ വന്ന് പറയണ ചെയ്യാൻ പാടിയ ഇതാരും ചെയ്തിട്ടാ. അല്ല, ആരും ചെയ്തിട്ടാ. അടക്കത് പറയാനുള്ള അറിയാമല്ല പട്ടി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരും ചെയ്തിട്ടോ. ചെയ്യാൻ പാടിയ നല്ല കാര്യമില്ല. എനിക്ക് എന്തായാലും ഇതൊന്നും ഈ എക്സാം ലോഗ് എന്തായാലും നടന്നില്ല. എക്സാം ലോഗ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇപ്പം ലാസ്റ്റ് അല്ലേ ചേർന്നിരുത്ത. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ലാഭായി. അപ്പോൾ കോപ്പി അടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കാണാം. പിന്നെ മെസ്സേജ് അയക്കാം. കോപ്പി അടിക്കാനുള്ള ട്രിക്കൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. പ്രജിത്ത് SS. ആനന്ദ് ആണ്. യൂട്യൂബിൽ ലിങ്ക് ഉണ്ട് അല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാം. കോണ്ടാക്ട് ചെയ്യാം. ടെലിഗ്രാമിൽ ലിങ്ക് അയച്ചാൽ മതി. ടെലിഗ്രാമിൽ ലിങ്ക് അയച്ചുതരാം. നോട്ടിൻ്റെ PDF ഫയൽ മൈക്രോ പ്രിന്റ് കൊടുക്കാം. അപ്പൊ ആർക്കും സപ്പോർട്ട് ചെയ്യില്ല. എത്ര രൂപ മൈക്രോ പ്രിന്റിന്? അതൊന്നും പ്രശ്നം. അതിനൊക്കെ പിള്ളേരുടെ കൊടുക്കും. പിള്ളേരെ എത്തിച്ചൊരു നമ്മൾ എന്താ പറയാ, ഇവന് പൈസ ഇറക്കാൻ വേറെ ആള്, ചെയ്യാൻ വേറെ ആള്. ഇപ്പം നേരെ ക്ലിയർ ആക്കി കൊടുക്കും. ക്ലിയർ ആക്കി കൊടുക്കും. PDF ആയി കൊടുക്കും. പിള്ളേർക്കായിട്ട് കൊടുക്കും. പിള്ളേർ നേരെ പോയിട്ട് മൈക്രോ പ്രിന്റ്. ഇതാണ് ഇവന്റെ പരിപാടി. അതിനാണ് ഈ നേരത്തെ കാലത്ത് ഇവിടുന്ന് പോകുന്നത്. എത്ര മണിക്ക് പരീക്ഷയ്ക്ക്? 8 മണിക്ക് ഇവിടുന്ന് പോകും. 8 മണിക്ക് 10 മണിക്ക് പരീക്ഷ കൊടുക്കും. 10:15 പരീക്ഷ പോകുമ്പോ ധൃതിയിൽ പോകാൻ പാടില്ല. അപ്പൊ ഇതിനൊക്കെ പോണ്ടാവുക. ഇതിനല്ല, ഞാൻ പോയിട്ട് നേരെ മൂത്രയ്ക്കും. ചായ കുടിക്കാൻ നേരമില്ല. എന്ത് ബിസിയാണ്. ചായ കുടിക്കാൻ എനിക്ക് എന്താ അറിയാം, രാവിലെ തന്നെ നീച്ച പാടിക്ക് ചായ കുടിച്ച വയറ്റിൽ കയറൂല. എന്നിട്ട് രാവിലത്തും ഉച്ചക്കത്തും വൈകുന്നേരത്തേക്കും കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് അടിക്കും. അതാണ് അതിന്റെ ഒരു ഇത്. എന്നിട്ട് കിടന്നുറങ്ങും. എന്തായാലും വല്ലാത്തൊരു കോപ്പി പുരാണമായി പോയി. ഭയങ്കര പുരാണമായി പോയി. പുരാണ കഥകൾ പോലെ ആയിപ്പോയി. കഴിവാണ് മോനെ, കഴിവ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇതിൽ അവസാനിക്കട്ടെ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും നിൽക്കൂല. നമുക്ക് അടുത്ത എക്സാം അല്ലേ? അപ്പൊ അതിന് കാണാം. ഇനിയിപ്പോ സ്കൂള് പൂട്ടിയില്ലേ? ഇനി പൂട്ടി. ഇനി നമ്മളെ വീഡിയോ ആണ്. നമ്മളെന്നെ ഫുള്ള് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ നമ്മളെന്നെ. ഇപ്പൊ ഫുള്ള് ബിസിയാണല്ലോ, ഭയങ്കര ബിസിയാണ്. അപ്പൊ ഇനി ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വരും കേട്ടോ. പക്ഷെ ഇതുപോലത്തെ വീഡിയോസ് അല്ല. ഇതുപോലത്തെ വീഡിയോസ് വരില്ല, പക്ഷെ വേറെ പോലത്തെ വീഡിയോസ്. ഇനിയിപ്പോ ഡെയിലി ഇടാൻ പറ്റുമോ നോക്കുന്നുണ്ട്. ഞാൻ നോക്കുന്നുണ്ട്. ഞാനൊന്ന് വിചാരിച്ചാൽ ഡെയിലി ഇടും. നമുക്ക് അടുത്ത് നല്ല നമ്മള് പഠിക്കണ വീഡിയോസ് മാത്രം. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലേ? ഒലക്കാണ് ഒക്കെ കോപ്പി എടുത്താ. ഇംഗ്ലീഷ് ഒന്നും അറിയില്ലടാ സത്യമായിട്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ എനിക്ക് പരീക്ഷ ജയിക്കാനും തോക്കാനും ഈ കടലാസ് മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പിന്നെ കമന്റ് ചെയ്യുക. ഈ മറ്റേ എന്താ ഈ കോപ്പി വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. കോപ്പി പുരാണം ഇതോടുകൂടി തീരുകയാണ്. അപ്പൊ നമുക്ക് ഇതിനും വലിയ പുതിയ വീഡിയോ, ഇതിനും നല്ല പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനി അല്ല ഇത് വെറുതെ ഇങ്ങനെ എറിഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അപ്പോ അവസാനിപ്പിച്ചു. രസമില്ല ഓടുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. ഇതിനും സൂപ്പറായ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.